അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വ ആലി കുല്ലി വസ്സഹാബത്തി അജ്മഈൻ അമ്മാ ബഅദ്. വിശുദ്ധ ഖുർആനുമായി വളരെ വലിയ ബന്ധമുള്ള ആളായിരുന്നു മഹാനായ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹി ഇറങ്ങുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സെയ്ദിനെ വിളിക്കാൻ പറയും. എന്നിട്ട് സെയ്ദ് റളിയല്ലാഹു അൻഹു ആണ് നബി തങ്ങളുടെ ആ വഹി മുഴുവനും എഴുതി വച്ചിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് വന്നപ്പോൾ അതിനു മുമ്പ് തന്നെ സെയ്ദ് റളിയല്ലാഹു അൻഹു ധാരാളം ഖുർആൻ ഹിഫ്ളാക്കിയിരുന്നു എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തെത്തിയപ്പോൾ സെയ്ദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എൻ്റെ കുടുംബക്കാരി എന്നെ കാണിച്ചു കൊടുത്ത് പറഞ്ഞു, നബിയെ, ഇത് ബനു നജ്ജാറിൽപ്പെട്ട ഒരു കുട്ടിയാണ്, ഇവന് അങ്ങേക്കിറങ്ങിയ 17 സൂറത്തുകൾ ഹിഫ്ളാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ സെയ്ദ് റളിയല്ലാഹു അൻഹു അത് ഓതിക്കൊടുക്കുകയാണ് നബി തങ്ങൾക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് കേട്ടപ്പോൾ വല്ലാത്ത അത്ഭുതമായി തോന്നിയെന്ന് നമുക്ക് കിതാബുകളിൽ കാണാൻ സാധിക്കും. മറ്റൊരു റിവായത്തിൽ ഖാഫ് സൂറത്താണ് സെയ്ദ് റളിയല്ലാഹു അൻഹു നബി തങ്ങൾക്ക് ആ സമയത്ത് ഓതിക്കൊടുത്തത് എന്നും കാണാം. ഏതായാലും ചെറുപ്പകാലത്ത് തന്നെ ധാരാളം ഖുർആൻ പഠിക്കാനും ഖുർആൻ മുഴുവൻ ഹിഫ്ളാക്കാനും ഭാഗ്യം ലഭിച്ചവരാണ് മഹാനായ സെയ്ദ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് യമാമ യുദ്ധം നടക്കുമ്പോൾ ധാരാളം ഹാഫിളീങ്ങൾ അതിൽ കൊല്ലപ്പെടുകയുണ്ടായി. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, തങ്ങളെ, നമുക്ക് ഖുർആൻ ജംഅ ചെയ്യണമെന്ന് പറഞ്ഞു. കാരണം നമ്മുടെ ഖുറാഇങ്ങൾ, നമ്മുടെ ഹാഫിളീങ്ങളെല്ലാം കൊല്ലപ്പെട്ടു പോയിരിക്കുന്നു. അപ്പോൾ ഇനി ഖുർആൻ നഷ്ടപ്പെടുമോ എന്ന ഭയത്താൽ ഖുർആൻ ജംഅ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ സിദ്ദീഖ് തങ്ങൾ ആദ്യം പറഞ്ഞു, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യാത്ത കാര്യമല്ലേ, അത് നാം ചെയ്യണോ ഉമറെ എന്ന് വിളിച്ചിട്ട് ആദ്യം ഇതിനെ അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു, ഹാദാ വല്ലാഹി ഖൈർ, ഇത് നല്ല കാര്യമാണ് സിദ്ദീഖ് തങ്ങളെ എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്തതിന് ശേഷം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിനെ അംഗീകരിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും കൂടി മഹാനായ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് ഈ കാര്യം ഏൽപ്പിക്കുകയാണ്. ആദ്യം സെയ്ദ് റളിയല്ലാഹു അൻഹു വിസമ്മതിച്ചു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യാത്ത കാര്യമല്ലേ, നാം എന്തിനാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇത് ഖൈറായ കാര്യമാണ് എന്ന് ബോധിപ്പിച്ചു കൊടുത്തപ്പോൾ അതിന് മഹാനായ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു തയ്യാറാവുകയാണ്. ശേഷം സെയ്ദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരു മല ഒരു സ്ഥാനത്ത് നിന്ന് നീക്കി വെക്കാൻ പറയുമായിരുന്നെങ്കിൽ എനിക്കിതിനേക്കാൾ പ്രയാസമായിട്ട് തോന്നില്ലായിരുന്നു, അത്രയും പ്രയാസപ്പെട്ട ഒരു കാര്യമാണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് എന്ന് മഹാനവറുകൾ പിന്നീട് പറയുന്നുണ്ട്. ആ സെയ്ദ് റളിയല്ലാഹു അൻഹു ഖുർആൻ പഠിക്കുക മാത്രമല്ല, ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന വിഷയത്തിലും മുൻപന്തിയിൽ തന്നെയായിരുന്നു. ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകളിൽ മുൻപന്തിയിലുള്ള ഒരാളായിരുന്നു മഹാനായ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പല നാടുകളിലേക്കും പല സ്വഹാബത്തിനും ഇങ്ങനെ പറഞ്ഞയക്കും. പക്ഷേ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയക്കൂല. അതിനെ അന്വേഷിക്കുമ്പോൾ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയും, സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ മദീനക്കാർക്ക് ആവശ്യമുണ്ട്, മദീനക്കാർക്ക് ഒരുപാട് ഇൽമുകൾ, ഖുർആനും മറ്റുള്ള ഇൽമുകളൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ മദീനക്കാർക്ക് ആവശ്യമുണ്ട് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ എന്നായിരുന്നു അവിടുന്ന് മറുപടി പറഞ്ഞിരുന്നത്. വലിയ സ്ഥാനം തന്നെ മഹാനായ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് കൊടുത്തിരുന്നു അവർ. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്തും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്തും അലി റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് താമസമാക്കിയ സമയത്തൊക്കെ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന് നല്ല പവർ തന്നെ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്ന വിഷയത്തിൽ അവരൊക്കെ നല്ല പവർ തന്നെ കൊടുത്തിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവിടുത്തെ അരികിലേക്ക് ഖുർആൻ പഠിക്കാൻ വേണ്ടി വരുന്ന ഒരുപാട് ആളുകളെ മഹാനവറുകൾ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു കൊടുക്കും. മഹാനായ അബ്ദുറഹ്മാൻ സുലൈമി റളിയല്ലാഹു അൻഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിൽ ഖുർആൻ പഠിക്കുന്ന ഒരു പഠിതാവാണ്. ഒരിക്കൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, നിങ്ങളിഞ്ഞി സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിൽ പോയിട്ട് പഠിച്ചോളൂ, ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ തന്നെയാണ് ഖുർആൻ പഠിക്കുന്നതും ഓതിക്കൊടുക്കുന്നതും എന്ന് പറയുന്നുണ്ട്. ഞാൻ ഖലീഫയാണല്ലോ, അതുകൊണ്ട് ജനങ്ങളുടെ കാര്യത്തിൽ കൂടെ ശ്രദ്ധിക്കുമ്പോൾ എനിക്ക് സമയം കിട്ടുന്നില്ല
എന്ന രൂപത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അബ്ദുറഹ്മാൻ സുലമി റളിയല്ലാഹു അൻഹുവിനെ മഹാനായ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യന്മാരെ നോക്കുമ്പോൾ ധാരാളം മഹാന്മാർ അതിലുണ്ട്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ സുലമി റളിയല്ലാഹു അൻഹു, അവിടുത്തെ മകൻ ഖാരിജ, അതുപോലെ തന്നെ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അത്താ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു, ഇങ്ങനെ പല സ്വഹാബത്ത് മഹാനവറുകളുടെ ശിഷ്യരിൽ പ്രമുഖരാണ്. അതുപോലെ തന്നെ താബിഅകളിലെ 3 പ്രഗത്ഭന്മാരും മഹാനവറുടെ ശിഷ്യന്മാരിലുണ്ട്. സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു, സുലൈമാൻ ഇബ്നുൽ യസാർ റളിയല്ലാഹു അൻഹു, ഖബീസത്ത് ഇബ്നു ദുഐബ് റളിയല്ലാഹു അൻഹു എന്നിവരാണ് അവർ. മഹാനായ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ ഖാരിജ് റളിയല്ലാഹു അൻഹു അവിടുത്തെ വാപ്പയിൽ നിന്ന് തന്നെയാണ് ഇൽമുകളൊക്കെ പഠിച്ചത്. അങ്ങനെ മദീനയിൽ അറിയപ്പെട്ട ഫുഖഹാക്കളിൽപ്പെട്ട ഒരാൾ കൂടെയായിരുന്നു അവിടുത്തെ മകൻ ഖാരിജ് റളിയല്ലാഹു അൻഹു എന്ന് നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും. ആ മകൻ ഒരിക്കൽ പറയുന്നുണ്ട്, എൻ്റെ ഉപ്പ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു റമളാൻ 17-ാം രാവിൽ അഥവാ ബദർ ദിനത്തിൻ്റെ തലേ ദിവസം രാത്രി ഹയാത്താക്കുന്നവരായിരുന്നു. അന്ന് ഉറങ്ങാതെ ഇബാദത്തുകളിൽ മുഴുകി ജീവിക്കുന്ന ആളായിരുന്നു. നേരം വെളുത്തു കഴിഞ്ഞാൽ അവിടുത്തെ മുഖത്ത് ഉറക്ക ചടവ് കാണുമ്പോൾ ഞങ്ങൾ ചോദിക്കുമ്പോൾ അവിടുന്ന് പറയും, ഇന്ന് ഇസ്ലാമിന് ഇസ്സത്തുണ്ടായ ദിവസമല്ലേ, ബദറിൽ വിജയിച്ച ദിവസമല്ലേ, ആ ഒരു സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നലെ ഹയാത്താക്കിയിട്ടുള്ളത്, ഇബാദത്തുകളിൽ മുഴുകിയിട്ടുള്ളത് എന്ന് പറഞ്ഞ് ബദരീങ്ങളെ സ്മരിക്കൽ അത് വലിയ പുണ്യകരമായ കാര്യമാണ് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ രൂപത്തിൽ മഹാനവറുകൾ എല്ലാ വിഷയത്തിലും, ഫിഖ്ഹിലാണെങ്കിലും ഖുർആനിൻ്റെ വിഷയത്തിലാണെങ്കിലും ഇബാദത്തിൻ്റെ വിഷയത്തിലാണെങ്കിലും വലിയ മുൻപന്തിയിൽ തന്നെ നിൽക്കുന്ന ആളായിരുന്നു എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.